അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇപ്പോൾ പിന്മാറാം. എന്തുകൊണ്ട്? തങ്ങളുടെ മുഖ്യ ശത്രു ആയത്തുള്ള അലി ഖൊമേനി ഖൊമേനി യുഗം അവസാനിച്ചിരിക്കുന്നു. പിന്നെ ഇറാന്റെ മിസൈൽ ശേഖരം കാര്യമായി ഞങ്ങളുടെ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു. ഇറാന്റെ ആണവ ശേഖരം ഫർദോയിലെയും ഇസ്ഫഹാനിലെയും നഥാൻസിലെയും ഒക്കെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ നശിപ്പിച്ചു. 2025 ജൂൺ മാസം 13-ാം തീയതി സാധിക്കാതെ പോയത് ഭാഗ്യമായി മാത്രം സാധിച്ചത് ഇപ്പോൾ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഇറാൻ ഒരു ആണവ പദ്ധതിയിലോട്ട് പോകാനാവില്ല. അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്കെങ്കിലും ഇറാന്റെ പല്ലുകൾ ദംഷ്ടകൾ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മാറാം. അപ്പോൾ ഈ എനിക്ക് ശേഷം വരുന്ന ഒരു കൗൺസിൽ അല്ലെങ്കിൽ ഒരു 3 അംഗ സമിതി, പിന്നെ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. ഗാർഡിയൻ കൗൺസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ വേണമെങ്കിൽ പിൻവാങ്ങാം. പക്ഷെ അമേരിക്കയ്ക്ക് മുഖം നഷ്ടപ്പെടും. കാരണം കരയിൽ അമേരിക്കൻ സേന, അമേരിക്കൻ മറീനുകൾ, ട്രൂപ്പുകൾ ഇറങ്ങിയാലുള്ള അവസ്ഥ ആലോചിക്കൂ. ഇറാൻ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ആകാശങ്ങളിൽ അമേരിക്ക ഓൾറെഡി യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു പോരാട്ടമില്ല. കാരണം ഇറാൻ ആകെയുള്ളത് മിസൈലുകൾ മാത്രമാണ്, മിസൈലുകളും ഡ്രോണുകളുമാണ്. അവനാടിയിലെ അവസാന ഡ്രോണും മിസൈലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാന് ഒന്നുമില്ല. പക്ഷെ അവിടെയും കരസേന അവിടെ ഉണ്ട്. അവിടെ ടാങ്കുകളുണ്ട്, കവചിത വാഹനങ്ങളുണ്ട്, പീരങ്കികളുണ്ട്, ഹൊവിറ്റ്സ ഗൺസ് ഉണ്ട്. അവിടെ ടോപ്പോഗ്രഫി, സാഗ്രോസ് മൗണ്ടൻസ് ഇൻ ദി സൗത്ത്, അത് പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി നിൽക്കുകയാണ്. 12,000 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതുപോലെ വടക്ക് മലനിരകളുണ്ട്. ഇതെല്ലാം കടന്ന് ദുർഘടമായ ഭൂമി കടന്ന് മുഴുവൻ സിറ്റി ടു സിറ്റി ആർമി കോളംസ് നീങ്ങുന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇറാന്റെ 193ഓളം നഗരങ്ങളിലും പ്രദേശങ്ങളിലും ആക്രമണം ഉണ്ടായി. ഒരുപാട് നഗരങ്ങളുള്ള, ചെറുതും വലുതുമായി ഒരുപാട് നഗരങ്ങളുള്ള സ്ഥലമാണ് ഇറാൻ. അത് മാത്രമല്ല ഗ്രാമമേഖലയുണ്ട്. എല്ലായിടത്തേക്കും അമേരിക്കൻ സേനാ വിന്യാസം ഉണ്ടാകാൻ പറ്റുമോ? അത് മാത്രമല്ല, എങ്ങനെയാണ് ഒരു അധിനിവേശ സേനയെ ഇറാൻ ജനത സ്വീകരിക്കുക? അവിടെ ഒരു കൾച്ചറില്ലേ, ഒരു സിവിലൈസേഷന്റെ സീറ്റ് ആയിരുന്നില്ലേ പേർഷ്യ? ഒരിക്കൽ പോലും ഇറാൻ എന്ന പേർഷ്യ, മുൻകാല പേർഷ്യയെ പൂർണ്ണമായി കീഴടക്കി ഭരിക്കാൻ, അധികകാലം ഭരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാൻ പോലും പൂർണ്ണമായി ഒരു അധിനിവേശ ശക്തിയും, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചല്ലോ, അഫ്ഗാൻ മേഖല അവർ ഭരിച്ചില്ല എന്ന് ഓർക്കണം. റഷ്യൻസ് അഫ്ഗാനിസ്ഥാനിൽ ഇരച്ചു കയറി, അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. മുൻകാലം പടയോട്ടങ്ങൾ ഏറെ കണ്ടു ഇറാൻ അഫ്ഗാനിസ്ഥാൻ മേഖല. പക്ഷേ പൂർണ്ണമായി അവരെ കീഴടക്കി ഏറെക്കാലം ഒരു വൈദേശിക ആധിപത്യത്തിന് കീഴിൽ ഇറാനെ പെടുത്തിയിട്ടില്ല ഇതുവരെ. അതാണ് ഇറാന്റെ ഒരു ടോപ്പോഗ്രാഫിക്കൽ പ്രത്യേകത. അത് ഇപ്പോഴും ഒരു ബലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക.